വീണ്ടും സി.പി. അനുമോദിലേക്ക് തന്നെ പോവുകയാണ്. അനുമോദ സന്നിധാനത്ത് തുടരുന്നുണ്ട്. അനുമോദ, ഇന്നലെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്കൊക്കെ ഇന്നാണ് ദർശനത്തിന് സാധ്യമാവുക. അതും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയും ഈ ദർശനം സാധ്യമാകുക എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ പ്രതീക്ഷിക്കേണ്ടേ? തീർച്ചയായും ഇന്നലെയും ഇന്നുമായിട്ട് പക്ഷേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിൻ്റെ കണക്കിൽ വ്യത്യാസമുണ്ട്. ഇന്നലെ 90,000-ന് മുകളിൽ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ടെങ്കിൽ ഇന്നത് 60,000 മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു 60,000 പേർ ഉച്ചയ്ക്ക് മുൻപ് ഇവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് ദർശനം സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇന്നലെ ബുക്ക് ചെയ്തവർക്ക് തന്നെ പൂർണ്ണമായിട്ടും ഇന്നലെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പലരും പമ്പയിൽ പോലും എത്താൻ കഴിയാതെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അയ്യപ്പന്മാരുടെ കാത്തിരിപ്പ് പല ഘട്ടങ്ങളിലായി പലയിടങ്ങളിലായി കാത്തുകിടക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവരുടെ എണ്ണത്തിൽ കുറവ് എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ദർശനം നടത്താൻ കഴിയാത്തവരുടെ എണ്ണം കൂടി കണക്കാക്കുമ്പോൾ ഇവിടെ തിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. രാവിലെ ശബരിപീഠം വരെ അയ്യപ്പന്മാരുടെ നിര നീണ്ടു കിടക്കുകയെന്ന് പറയുമ്പോൾ അവർ ഈ സന്നിധാനത്തേക്ക് എത്താൻ എങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഉച്ചവരെയെങ്കിലും സമയമെടുക്കും. പക്ഷേ ഉച്ചയ്ക്കാണെങ്കിൽ 3 മണിക്കല്ല നട തുറക്കുന്നത്, പകരം 5 മണിക്കാണ്. അതായത് 2 മണിക്കൂർ ദർശനത്തിൻ്റെ സമയം കുറവാണെന്നുള്ളത്. അപ്പോൾ അത്രയും സമയം കാത്തിരിക്കേണ്ട സാഹചര്യം. തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മണിക്കൂറുകൾ കാത്തുനിന്ന് പമ്പയിലെത്തിയാൽ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഇനിയും മണിക്കൂറുകൾ എടുക്കുന്ന, അതും 15-16 മണിക്കൂർ എടുക്കുന്ന ഒരവസ്ഥ. ഇതുവരേക്കും എത്താൻ കഴിയാത്തവർക്ക് ഒരു പക്ഷേ നാളെ 9:45 സന്നിധാനത്ത് എത്തിയില്ലെങ്കിൽ നെയ്യഭിഷേകം ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം നാളെ 9:45 വരെ മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള അവസരമുള്ളത്. അത് കഴിഞ്ഞാൽ മണ്ഡലപൂജയാണ്. വൈകുന്നേരം ഹരിവരാസനം പാടി നടയടയ്ക്കുകയും ചെയ്യും. അപ്പോൾ നാളെ 9:45 സന്നിധാനത്ത് നെയ്യഭിഷേകം ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ അത് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് മുമ്പിൽ വലിയ പ്രതിസന്ധികളുണ്ട്, വലിയ വിഷമങ്ങളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഇതുപോലെ തന്നെ തുടരാനുള്ള ഒരു സാധ്യത തന്നെ നമ്മൾ മുന്നിൽ കാണണം. തീർച്ചയായും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. നമ്മൾ ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിരുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഭക്തരുടെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം മണിക്കൂറുകളോളം ക്യൂ നിൽക്കുക, 10-15 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം, കുട്ടികളടക്കമുള്ളവർ ഒപ്പമുണ്ട്. അതുമാത്രമല്ല വഴിയിൽ വാഹനത്തിൽ അടക്കം കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്തയിലൂടെയാണ് അവർക്ക് ഒരു വെള്ളം പോലും നൽകാനുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായത്. അത്രമാത്രം തിരക്കാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അനുമോദ, ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ളൊരു സാഹചര്യം തന്നെയാണോ? രാവിലെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒപ്പം മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? ശബരിമലയിലും സന്നിധാനത്തും പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നതെല്ലാം പമ്പയിലോ നിലയ്ക്കലോ എത്താൻ കഴിയാത്ത അയ്യപ്പന്മാർ ആ ഇടങ്ങളിൽ മാത്രമാണ് നടത്തുന്നത്. കാരണം മണിക്കൂറുകൾ ഈ വഴിയിൽ 8-10 മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരിക, വാഹനം അനങ്ങാതെ ഒരിടത്ത് മാത്രം തന്നെ നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അയ്യപ്പന്മാരെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്. അതിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ അത്തരം നിയന്ത്രണങ്ങൾ ഇന്നും ഉണ്ടെങ്കിൽ ഇന്നും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയുണ്ട്. അതേസമയം മണ്ഡല പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ പോലീസിൻ്റെ സംവിധാനങ്ങൾ, കൂടുതൽ പോലീസുകാരെ 100ഓളം പോലീസുകാരെ അധികമായിട്ട് വിന്യസിക്കുമെന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ADGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിൽ തിരക്ക് അനിയന്ത്രിതമായി വന്നു കഴിഞ്ഞാൽ പക്ഷേ പലർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെ. പ്രത്യേകിച്ച് കുട്ടികളുമായവർക്കും പ്രായമായവർക്കും ഒക്കെ മണിക്കൂറുകൾ കാത്തു നിന്ന് തന്നെ സന്നിധാനത്ത് എത്താൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ ഒരു പരിമിതി നമുക്കറിയാം, ഇതൊരു കാരണക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു ശരാശരി കപ്പാസിറ്റി ഒരു 70,000-80,000 അയ്യപ്പന്മാരെ ഒരു സമയം ഉൾക്കൊള്ളാനാണ്. അതായത് അയ്യപ്പന്മാർ വന്ന് തൊഴുതു മടങ്ങുക എന്നത് മാത്രമാണ് ഇവിടുത്തെ രീതിയിൽ ഉള്ളത്. പക്ഷേ അതിൽ കൂടുതൽ സമയം അയ്യപ്പന്മാർ ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ, തങ്ങുകയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല. ഇതിന് ഞാൻ പറഞ്ഞത് കൊടുങ്കാടിനുള്ളിലാണ്, ഫോറസ്റ്റിൻ്റെ കർശന നിയന്ത്രണങ്ങളുണ്ട്. ഒരു ഷെഡ് കെട്ടുന്നതിന് പോലും അവർക്ക് അനുവാദം കിട്ടണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള
കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്രമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ 1,00,000 മുകളിൽ ആളുകൾ വരുമ്പോൾ തിരക്ക് അനിയന്ത്രിതമാകും. ഇവിടേക്ക് ആളുകൾക്ക് താഴെ നിന്നും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അതെല്ലാം ഒരു പ്രായോഗികമായ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത്. ഇതിന് പരിഹാരം ഉണ്ടാക്കുക ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിയുന്നതുമല്ല. ഇപ്പോഴാകെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഇത്രയും തിരക്ക് ഇവിടെയുണ്ട്, അനിയന്ത്രിതമായ തിരക്കാണുള്ളത്. അയ്യപ്പന്മാർ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുക മാത്രമാണ് മുമ്പിലുള്ളൊരു വഴി. വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം, സന്നിധാനത്തെത്തിയാൽ, നടപ്പന്തൽ വരെ എത്തിയാൽ പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ സുഗമമായ ദർശനം, എല്ലാവർക്കും സുഗമമായ ദർശനം നടത്താനുള്ള സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ എത്തിച്ചേരുക എന്നത് അതീവ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ഈ തിരക്കിനിടയിൽ. തീർച്ചയായും ആ ഒരു വലിയ നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോദൻ എന്തായാലും ശബ്ദമില്ല എന്ന് മനസ്സിലാക്കുന്നു. അനുമോദ് കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലാണ്, അവിടുത്തെ കാലാവസ്ഥയൊക്കെ വേറെയാണ്, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും അനുമോദന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് പോവാം.